മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. രണ്ടാം ഘട്ടം ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ട വേറൊരു കാര്യം, രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും നാലാം ഘട്ടവും കൂടി ഒറ്റ ഘട്ടമായിട്ട് പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്ന ചിത്രം. ഇത് ലോക ചരിത്രത്തിൽ തന്നെ അത്യപൂർവമായ സംഭവമാണ്. ഒരു കൊല്ലം കൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സീപോർട്ടായി, തുറമുഖമായി വിഴിഞ്ഞം മാറിക്കഴിഞ്ഞു. തുറമുഖം രൂപപ്പെട്ടു വരുന്നതിനിടയിൽ വലിയ കലാപം തന്നെ സൃഷ്ടിക്കാൻ പ്രതിപക്ഷം വന്ന് നേതൃത്വം കൊടുത്തിരുന്നു എന്നുള്ള കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്യുന്നത്, പത്രം ഉൾപ്പെടെ, നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ. ഈ പദ്ധതി അവസാനിപ്പിച്ച് ഞങ്ങൾ അടങ്ങൂ എന്ന് പരസ്യമായിട്ട് പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവുകളെ അത് അവിടെ ചർച്ച ചെയ്തില്ല എന്നുള്ളത് ശരിയാണ്. നമുക്കറിയാലോ, ഈ വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിച്ചേ പറ്റൂ. അതാണ് പോലീസ് സ്റ്റേഷൻ അക്രമത്തിലേക്ക് പോയത്. അതിൽ പിന്തുണ നൽകുന്ന പ്രതിപക്ഷം ഉണ്ടായിരുന്നത് ഇവിടെ, BJP ആയാലും കോൺഗ്രസ് ആയാലും. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു ഇഞ്ചിനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. നല്ല നിശ്ചയദാർഢ്യത്തോടുകൂടി ആ കലാപശ്രമത്തെയും അതിജീവിച്ചുകൊണ്ടാണ് തുറമുഖമുണ്ടായത് എന്ന കാര്യം മറന്നുപോകാതിരിക്കാൻ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.